കേരളത്തിലെ IT ജീവനക്കാരോടാണ്, ടെക്കുകളോടാണ്. കോറോ ഹെൽത്ത് എന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ 800 പേരെ ഒരു മര്യാദയുമില്ലാതെ പിരിച്ചുവിട്ടത് നിങ്ങൾ കണ്ടു കാണും. നിങ്ങളുടെ ഉള്ളിലും ചിലപ്പോൾ ആശങ്ക ഉണ്ടായിരിക്കും. ആ സന്ദർഭത്തിൽ നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുകയാണ്, 800 പേരെ സകല തൊഴിൽ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പിരിച്ചുവിട്ടപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ ഈ നാട്ടിൽ ഇപ്പോൾ ആരുണ്ട്? നിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഇന്നലകളിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ രാഷ്ട്രീയം വേണ്ട എന്ന് ഉപദേശിച്ച ആരെയെങ്കിലും ഒപ്പം കാണുന്നുണ്ടോ? എവിടെയാണ് രാഷ്ട്രീയം വേണ്ടത്? രാഷ്ട്രീയത്തിന്റെ കുറ്റങ്ങളെക്കുറിച്ച് നിങ്ങളടുത്ത് പറഞ്ഞു തരുമ്പോൾ അത് മോശമാണ്, അവന്മാർ ഗുണ്ടകളാണെന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുകയും അതിനോട് വല്ലാത്ത ചവർപ്പൊക്കെ കാണിച്ചവർക്ക് ഇപ്പോ ഒരു കാര്യം ബോധ്യപ്പെട്ട് കാണും. നിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആര് മാത്രമാണുള്ളത്? നിങ്ങളെ പിരിച്ചുവിട്ട് വഴിയാധാരമാക്കി അവിടെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ ഈ നാട്ടിൽ എന്തുകൊണ്ടാണ് രാഷ്ട്രീയം വേണ്ടതെന്ന് ഓരോരുത്തർക്കും ആലോചിക്കാവുന്നതാണ്. രാഷ്ട്രീയം വേണ്ട എന്ന് പറയാൻ കാരണവും അങ്ങനെ നിങ്ങളെ പഠിപ്പിക്കാൻ കാരണം മുതലാളിമാരെ രാജാക്കന്മാരാക്കിയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജകൽപ്പനകൾ, അങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല, അടിമകളെ പോലെ വന്ന് ജോലി ചെയ്തോളണം, മുതലാളി എറിഞ്ഞു തരുന്ന നക്കാപ്പിച്ച വാങ്ങി നക്കിയിട്ട് പൊക്കിക്കൊള്ളണം. ഇതാണല്ലോ നടക്കുന്നത്. നനച്ച തുണി പിഴിയും പോലെയാണ് പലയിടങ്ങളിലും ജോലി ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ മാന്യമായ ശമ്പളമുണ്ടോ? ചിലയിടങ്ങളിലുണ്ട്, ഭൂരിപക്ഷ ഇടങ്ങളിലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ഇവിടങ്ങളിലൊക്കെ രാഷ്ട്രീയം വേണ്ട, യൂണിയൻ വേണ്ട എന്നൊക്കെ ഇവർ പറയുന്നതിന്റെ അർത്ഥം ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാകും. ഇപ്പോ ഈ പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില അവരല്ലേ വീണത്? നമ്മളെ ഇതെന്ത് ബാധിച്ചു എന്ന് വിചാരിക്കുന്നവർക്ക് നാളെ നിങ്ങൾക്കും ഈ അവസ്ഥ വരാൻ പോവുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് സംഘടിച്ച് ശക്തരാകൂ എന്ന് പറയുന്നതും, എന്തുകൊണ്ടാണ് തൊഴിലാളി പാർട്ടി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു അരോചകം തോന്നിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചേ. ജീവിതം ഇരുട്ട് വീഴുന്ന അവസ്ഥ, ഭാവി തുലാസിൽ, അതിനെ നിന്ന് നേരിടാൻ, അതിനെതിരെ ശബ്ദമുയർത്താൻ, അതിന് ബന്ധപ്പെട്ടവരെ ഇടപെടിയിക്കാൻ ആരേ ഉള്ളൂ? ഈ ദൃശ്യം മാത്രം മതി. ജീവനക്കാരെ അകത്ത് കടത്തണം എന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. ID കാർഡ് കാണിച്ച് ജീവനക്കാരെ അകത്ത് കടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ട്, അവർ ഇങ്ങനെ വെയിലത്ത് പുറത്തു നിർത്താൻ കഴിയില്ല, അവരെ അകത്ത് ഇന്നലെ വരെ ജോലി ചെയ്ത കുട്ടികൾ ആളുകളെ അവരുടെ ID കാർഡുള്ള കുട്ടികളെ കയറ്റാൻ വേണ്ടി എന്താ പ്രശ്നമുള്ളത്? നിങ്ങൾ ആരെ കൂടെ നിൽക്കേണ്ടത്? ഞാൻ വളരെ ചോദിക്കട്ടെ, വളരെ എളിമയോട് കൂടി ചോദിക്കട്ടെ, നിങ്ങൾ ആരെ കൂടെ നിൽക്കേണ്ടത്? ഈ രാവിലെ മുതൽ ജോലിക്ക് വന്ന കുട്ടികളെ കൂടെയാണോ? ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഡിവൈഎഫ്ഐ നേതാക്കളും അതോടൊപ്പം തന്നെ ജീവനക്കാരെയും ഈ ഓഫീസ് മുറിക്ക് അകത്തേക്ക് കയറ്റിവിടുകയാണ് പോലീസ്. കണ്ടല്ലോ, മുതലാളിമാരാലോ ഉദ്യോഗസ്ഥന്മാരാലോ നീതി നിഷേധിക്കപ്പെടുന്ന സന്ദർഭമുണ്ടെങ്കിൽ അവിടെ ഇടപെടാൻ ഒരേ ഒരു വഴിയേ ഉണ്ടാകുള്ളൂ, അത് രാഷ്ട്രീയമാണ്. നിങ്ങളുടെ തൊഴിൽ അവകാശങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയും നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും തെരുവിലിറങ്ങാൻ രാഷ്ട്രീയ പാർട്ടി അല്ലാതെ മറ്റൊരു സംവിധാനവും നാട്ടിലുണ്ടാകില്ല. ഒരു കൂട്ടം മനുഷ്യരുള്ള ഇടങ്ങൾ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ. അവിടങ്ങളിലുമുണ്ട് തെറ്റുകൾ എന്ന് കരുതിക്കൊണ്ട് രാഷ്ട്രീയം ഇല്ലാത്തൊരവസ്ഥ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അവർ കൂടി ഇല്ലെങ്കിൽ ഈ പറയുന്ന പിരിച്ചുവിടൽ തെമ്മാടിത്തം ഇത് കാട്ടിയാൽ നിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പിന്നെ ആരുണ്ട്? ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അവനവനിസത്തിലേക്ക് ചുരുങ്ങി എനിക്ക് എന്റെ കാര്യമെന്ന സേഫ് സോണിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരുട്ട് ഇങ്ങനെ പടർന്ന് കയറി വരുമ്പോൾ അവിടങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും വേണമല്ലേ? അപ്പോ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്നിപ്പോ സ്ഥാപനത്തിൽ കയറ്റിയില്ല, ആ കയറ്റാൻ വേണ്ടി വന്ന് ശബ്ദമുയർത്താൻ ആരേ ഉള്ളൂ? ഈ നാട്ടിൽ ഇത്രയും കാലം ഉപദേശിച്ചവർ,
അല്ലെങ്കിൽ രാഷ്ട്രീയം മോശമാണെന്നും അതിലോട്ട് ചിന്തിക്കേണ്ട, നിങ്ങൾ ബുജി ടൈപ്പാകൂ, അല്ലെങ്കിൽ നിങ്ങൾ അവനവന്റെ കാര്യം നോക്കി പോയി കഴിഞ്ഞാൽ അവനവന്റെ ജീവിതം തന്നെ വഴിമുട്ടുന്ന സന്ദർഭത്തിൽ, അതിൽ മുതലാളിമാർ കാരുണ്യമില്ലാതെ ഇടപെടുന്ന സന്ദർഭത്തിൽ ടെക്കി ഐഡന്റിറ്റി വെച്ച് നിങ്ങൾ ഏതോ മായിക ലോകത്താണെന്ന് വിചാരിക്കുമ്പോൾ നേരെ താഴെ സമ്മാനം മേടിക്കാൻ വരേണ്ടി വരുന്നുണ്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ താഴെ നടക്കുന്ന പല റിയാലിറ്റികളെ കുറിച്ചും അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ 800 പേർക്കുണ്ടായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ ഉപദേശിച്ച അച്ഛനമ്മമാർ ഉൾപ്പെടെയുള്ള ആരെങ്കിലും ഉണ്ടോ കൂടെ നിന്ന് പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ? ബഹുമാന്യ വ്യക്തിത്വങ്ങൾ ആരുമില്ലല്ലോ. അവരൊക്കെ പറയും സ്വാഭാവികമല്ലേ, എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇച്ഛാശക്തിയുള്ള തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയിലുള്ളവർ പറയുന്നു ഇതിവിടെ നടപ്പാക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ള തൊഴിൽ ചൂഷണം ഈ നാട്ടിൽ പാടില്ല എന്ന്. എന്നിട്ടെങ്കിലും നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഐടിയും ടെക്കിയും അല്ല, ഞാൻ ഒരു മുതലാളിയുടെ കമ്പനിയിലെ തൊഴിലാളിയാണെന്നൊരു ചിന്തയിലേക്ക് വന്നിട്ട് നിങ്ങൾ ആലോചിച്ചാൽ നാളുകളിൽ നിങ്ങൾക്ക് കൂട്ടമായി ഇങ്ങനെ ഒരു ദിവസം പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.